നമസ്കാരം. ഹരിതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സംസ്ഥാനത്ത് മറ്റു പല കാർഷിക വിളകളും വിലത്തകർച്ച നേരിട്ടപ്പോൾ മലയോര മേഖലകളിൽ കർഷകർക്ക് തുണയായത് കുരുമുളകാണ്. എന്നാൽ ദ്രുതവാട്ടം പോലുള്ള വേരുരോഗങ്ങൾ കർഷകർക്ക് കുറച്ചെങ്കിലും വെല്ലുവിളി ഉയർത്തി. കുരുമുളക് ചെടികളിലെ വേരുരോഗത്തെ പ്രതിരോധിക്കാൻ കണ്ടൽ ചെടിയിൽ ഗ്രാഫ്റ്റിംഗ് നടത്തി വിപ്ലവം രചിക്കുകയാണ് മുണ്ടക്കയം കോരുത്തോട് സ്വദേശിയായ ജോർജ് മാത്യു. മറ്റ് കൃഷികൾക്ക് ഇടവിളയായി കുരുമുളക് കൃഷി ചെയ്യുന്ന കുറ്റിക്കുരുമുളക് കൃഷിരീതിയെയും ഇദ്ദേഹം പരിചയപ്പെടുത്തുന്നു. തണലിൽ പോലും മികച്ച വിളവ് നൽകുന്ന കൈരളി, സിയോൺ എന്നീ കുരുമുളക് ഇനങ്ങളെയും ഹരിതത്തിൻ്റെ ഈ അധ്യായത്തിലൂടെ നമുക്ക് വിശദമായി ഒന്ന് പരിചയപ്പെടാം. കുരുമുളക് കൃഷി എന്ന് പറയുമ്പോൾ 15-20 അടി ഉയരത്തിൽ മരങ്ങളിൽ കയറി പടർന്ന കുരുമുളക് വള്ളികൾ കണ്ട് ശീലിച്ചവരാണ് മലയാളികൾ. മലയോര മേഖലകളിൽ പ്രധാന കൃഷികളിൽ ഒന്നായ കുരുമുളക് ചെടികളുടെ പരിചരണവും അവയുടെ വിളവെടുപ്പുമെല്ലാം പ്രയാസമേറിയതാകാൻ കാരണം അവയുടെ ഉയരങ്ങളിലേക്കുള്ള വളർച്ച തന്നെയാണ്. എന്നാൽ കുരുമുളക് ചെടികളുടെ വളർച്ച കയ്യെത്തും ദൂരത്തിനുള്ളിലായാൽ ഈ ജോലികളെല്ലാം അനായാസമായി മാറും. ഈ ചിന്തയാണ് കുറ്റിക്കുരുമുളകിൻ്റെ ആവിർഭാവത്തിന് വഴിവെച്ചത്. ഇന്ന് സംസ്ഥാനത്ത് പല ഭാഗങ്ങളിലും കുറ്റിക്കുരുമുളക് കൃഷി പ്രചാരം നേടിവരികയാണ്. കോട്ടയം ജില്ലയിൽ കുറ്റിക്കുരുമുളകിൻ്റെ മുഖ്യ പ്രചാരകരിൽ ഒരാളാണ് മുണ്ടക്കയം കോരുത്തോട് സ്വദേശിയായ അടുപ്പുകല്ലിൽ ജോർജ് മാത്യു എന്ന വർക്കിച്ചൻ. മുമ്പ് ജില്ലയിലെ എന്നല്ല സംസ്ഥാനത്തെ തന്നെ പേരെടുത്ത വാനില കർഷകനായിരുന്ന വർക്കിച്ചൻ്റെ തോട്ടത്തിൽ ഇന്ന് പ്രധാന കൃഷി കുറ്റിക്കുരുമുളകാണെന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല. അതിശയോക്തിയും തെല്ലുമില്ല. മരത്തിൽ കുരുമുളക് വള്ളികൾ കയറ്റിവിടാൻ സൗകര്യമില്ലാത്ത സ്ഥലങ്ങളിൽ കുരുമുളക് കൃഷി സാധ്യമാക്കുന്നതാണ് കുറ്റിക്കുരുമുളക് എന്ന നവീന കൃഷി രീതി. ചെടിച്ചട്ടിക്കുള്ളിലും ഗ്രോബാഗുകൾക്കുള്ളിലും മുകൾ ഭാഗം തുറസായ ജാറുകളിലോ വീപ്പകളിലോ പോലും കൃഷി ചെയ്യാം എന്നതാണ് കുറ്റിക്കുരുമുളകിൻ്റെ പ്രധാന സവിശേഷത. സാധാരണ കുരുമുളക് ചെടികൾ കായ്ക്കുന്നത് 3-ാം വർഷം മുതലാണെങ്കിൽ കുറ്റിക്കുരുമുളക് 6-ാം മാസത്തിൽ കായ്ച്ചു തുടങ്ങുകയും ചെയ്യും. ദ്രുതവാട്ടം പോലുള്ള വേരുരോഗങ്ങളും ഇവയെ ബാധിക്കില്ല. മാത്രമല്ല എല്ലാ സീസണിലും കായ്കൾ ലഭ്യമാവുകയും ചെയ്യും. കുരുമുളകിൻ്റെ പാർശ്വഭാഗങ്ങൾ ബുഷെടുത്ത് ഗ്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഒരിക്കലും വള്ളിയായിട്ട് കയറി പോകുകയില്ല, പടർന്ന് കിടന്ന് കായ്ക്കും. അതിൽ വീണ്ടും വീണ്ടും കിളിപ്പുണ്ടായാലും പടർന്ന് കിടക്കും, വളരെ പെട്ടെന്ന് കായ്ക്കും. കുരുമുളക് കായ്ക്കണേ 3 വർഷമെങ്കിലും എടുക്കും. കുറ്റിക്കുരുമുളകാണെങ്കിൽ ഒരു 6 മാസം ആകുമ്പോഴത്തേക്ക് കായ്ക്കും. പിന്നെ നമുക്കിഷ്ടമുള്ള ഇനം തിരഞ്ഞെടുത്ത് ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ദ്രുതപാട്ടം പോലുള്ള വേരുരോഗങ്ങൾ ഒഴിവാക്കാം. പിന്നെ നമുക്ക് ഇഷ്ടമുള്ളിടത്ത് നമുക്ക് മാറ്റി വെക്കാൻ ചട്ടിയിലൊക്കെ ആണെങ്കിൽ കൂടുതൽ പ്രാവശ്യവും മുളക് കായ്ക്കാറുണ്ട് കുറ്റിക്കുരുമുളകിൽ, ഒരു സീസൺ അല്ലാതെ. കൊളുബ്രീനം എന്ന ഒരു കണ്ടൽ ഇനത്തിൽ കുരുമുളക് ചെടിയുടെ തലപ്പുകൾ ഗ്രാഫ്റ്റ് ചെയ്താണ് വർഗിച്ചൻ കുറ്റിക്കുരുമുളക് വികസിപ്പിച്ചെടുത്തത്. കൊളുബ്രീനത്തിൽ ഗ്രാഫ്റ്റ് ചെയ്ത കുരുമുളക് ചെടികളിൽ വേരുരോഗങ്ങൾ ബാധിക്കുന്നില്ല എന്നതാണ് വർഗിച്ചൻ്റെ ഏറെ ശ്രദ്ധേയമായ ഒരു കണ്ടെത്തൽ. പെരുവണ്ണാമൂഴി ഫാമിലെ ഒരു സയൻറ്റിസ്റ്റ് ആണെന്ന് തോന്നുന്നു. ആദ്യകാലത്ത് ബ്രസീലിൽ നിന്ന് ഈ കൊളുബ്രീനം എന്ന് പറയുന്ന ചെടിയുടെ തിപ്പലിയുടെ സാദൃശ്യമായ കായുള്ളതുകൊണ്ട് ബ്രസീലിയൻ തിപ്പലി എന്ന് പറയും. ഈ ചെടി ഇവിടെ കൊണ്ട് നട്ടുപിടിപ്പിച്ചു. ഞാൻ കുറേ തിപ്പലി അവിടെ കൊണ്ടുവന്ന് ഒരു 8-10 വർഷം മുമ്പ് ഗ്രാഫ്റ്റ് ചെയ്ത് കൂടി ഈ പറമ്പിൽ ഒരു 10,200 കുരുമുളക് ഉണ്ടായിരുന്ന മുഴുവൻ നഷ്ടപ്പെട്ടു പോയി, കേടുവന്നു. പക്ഷേ ഗ്രാഫ്റ്റ് ചെയ്ത കൂടി മാത്രം പോയില്ല. അത് ഒരു 12 വർഷമായ കൂടി ഇപ്പോഴും ഇവിടെ നിൽപ്പുണ്ട്. അതാണിത് വീണ്ടും ഇതിലോട്ട് തിരിയാൻ കാരണം. 1000 ശിഷ്ടം കൂടി പോയ സ്ഥിതിക്ക് ആ ഗ്രാഫ്റ്റ് ചെയ്ത കൊടി മാത്രം നിലനിൽപ്പുണ്ട്, ഇപ്പോഴും കായ്ക്കുന്നുണ്ട്, കേടുമില്ല. അതുകൊണ്ട് വേരുരോഗത്തെ നല്ലപോലെ ചെറുക്കുമെന്ന് മനസ്സിലായതുകൊണ്ട് ഇപ്പം എല്ലാ കൊടിയും ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുക, കുറ്റിക്കുരുമുളകും അല്ലാത്ത വള്ളിയും. കേരളത്തിൽ പേരുകേട്ട കുരുമുളകിനമായ കരിമുണ്ട, പന്നിയൂർ, കുതിരവാലി തുടങ്ങിയ ഇനങ്ങളും കൊളുബ്രി ഇനത്തിൽ കൃഷി ചെയ്ത് കുറ്റിക്കുരുമുളകായോ മരത്തിൽ കയറ്റിവിട്ടോ വളർത്താമെന്ന് വർക്കിച്ചൻ തെളിയിച്ചിട്ടുണ്ട്. എന്നാൽ വർക്കിച്ചൻ ഇന്ന് ഏറെ ശ്രദ്ധ പതിപ്പിക്കുന്നത് ഉൽപ്പാദനത്തിൽ ഏറെ മികവ് പുലർത്തുന്ന കൈരളി, സിയോൺ, തെക്കൻ, കുമ്പക്കൽ എന്നീ 4 ഇനങ്ങളിലാണ്. അതിൻ്റെ കാരണവും വർക്കിച്ചൻ പങ്കുവയ്ക്കുന്നു. ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിലെ
മികച്ച കർഷകർ കണ്ടെത്തിയ ഓരോ ഇനങ്ങൾ അതിനൊത്തിരി ജനങ്ങളുടെ അംഗീകാരം കിട്ടി. ഈ കുമ്പുക്കൽ കൊടി, സിയോൺ മുണ്ടി, തെക്കൻ ഇതിനൊക്കെ പ്രസിഡൻ്റ് ദേശീയ അവാർഡ് കിട്ടിയ കൊടിയാണ്. അപ്പോൾ അതിനൊക്കെ അതിൻ്റേതായ ചില പ്രത്യേകതകളുണ്ട്. സിയോൺ മുണ്ടി എന്ന് പറയുന്ന കൊടി ഷെയ്ഡിലാണ് കായ്ക്കുന്നത്. നല്ല തിരുനീളമുണ്ട്. കേട് കുറവാണെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നത് ഞാൻ പോയി കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കട്ടപ്പനയ്ക്കടുത്ത് കാഞ്ചിയാറ്റിൽ തെക്കൽ ഉമ്മച്ചൻ എന്ന് പറഞ്ഞ ആൾ ടി തോമസ് അദ്ദേഹം കൃഷി ചെയ്യുന്ന കൊലകൊലയായിട്ട് കായ്ക്കുന്ന പെപ്പർ തെക്കൻ എന്ന് പറയുന്നത് അതും അതിൻ്റേതായ പ്രത്യേകത അതിനുണ്ട്. വലിയ കൊലകളിൽ ബ്രാഞ്ചായി മുന്തിരിക്കൊല പോലെ കായ്ക്കുന്നു, നന്നായിട്ട് കായ്ക്കുന്നു. അതുപോലെ തന്നെ ഒരെണ്ണമാണ് കുമ്പുക്കൻ. ചെറുപള്ളിക്കുളത്ത് ഒരു അപ്പച്ചൻ എന്ന് പറഞ്ഞ ആൾ, അതിനും പ്രസിഡൻ്റ് അവാർഡ് കിട്ടിയതാണ്. അതിൽ ഒട്ടും ചൊള്ളില്ല. ഇങ്ങനെ ഒത്തിയേറെ പ്രത്യേകതയുള്ള കൊടികൾ ഓരോരുത്തർ കണ്ടെത്തിയിട്ടുണ്ട്. അതിനൊക്കെ ഗവൺമെൻറ്റിൻ്റെയും കർഷകരുടെയൊക്കെ അംഗീകാരം കിട്ടിയിട്ടുണ്ട്. അതെല്ലാം പോയി കാണുകയും അത് കുറേയൊക്കെ കൊണ്ടുവന്നിവിടെ വെച്ച് പിടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ 4 ഇനങ്ങളിൽ വർക്കിച്ചൻ ഏറെ പ്രചാരം കൊടുക്കുന്നത് കൈരളി എന്ന ഇനത്തിനാണ്. ഹൈറേഞ്ച് സ്വദേശിയായ ഒരു കർഷകൻ വികസിപ്പിച്ചെടുത്ത ഒരിനം കൂടുതൽ വളർത്തിയെടുക്കുക മാത്രമാണ് താൻ ചെയ്തതെന്നും വർക്കിച്ചൻ പറയുന്നു. തണലിൽ വളരുകയും കായ്ക്കുകയും ചെയ്യുന്നു. തിരികളുടെ അസാധാരണമായ നീളം, കുരുമുളക് മണികളുടെ അസാമാന്യ വലിപ്പം, വർഷത്തിൽ പലതവണ കായ്ക്കുന്നു തുടങ്ങിയവയാണ് കൈരളി എന്ന ഇനത്തിൻ്റെ പ്രത്യേകതകളായി വർക്കിച്ചൻ ചൂണ്ടിക്കാട്ടുന്നത്. ഒരു സാധാരണ ഒരു കർഷകൻ കണ്ടെത്തിയ ഒരു കൊടിയാണ് കൈരളി. അത് വളരെ കുറച്ചെണ്ണമേ ലോകത്ത് ഉള്ളൂ. 10ഓ 20ഓ കൊടിയേ അദ്ദേഹത്തിൻ്റെ പറമ്പിലുള്ളൂ. അദ്ദേഹം 2ഓ 3ഓ കൊടി ചേർത്ത് വികസിപ്പിച്ചെടുത്ത ഒരു ഇനമാണെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. വളരെ ഞാൻ 3 വർഷം പോയി ആ കൊടി കണ്ടു ബോധ്യപ്പെട്ടതാണ്. നല്ല ഷെയ്ഡിൽ കായ്ക്കുന്നുണ്ട്. ഏറ്റവും പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത അതിൻ്റെ സൈഡിലേക്കുള്ള ബുഷിൻ്റെ നീളം. ഒത്തിരി നീളത്തിൽ സൈഡിലേക്ക് ബ്രാഞ്ച് വരുന്നു. അതിലെല്ലാം പൊട്ടിപ്പടർന്ന് വീണ്ടും കണ്ണി ഉണ്ടാകുന്നു. അതാണ് രണ്ടാമത്തെ പ്രത്യേകത. പിന്നെയുള്ള പ്രത്യേകത ഏതാണ്ട് 20-23 സെൻറ്റിമീറ്റർ വരെ നീളമുള്ള തിരി, നല്ല വലിപ്പമുള്ള മണി. ഒന്നിൽ കൂടുതൽ പ്രാവശ്യവും കായ്ക്കുന്നുണ്ട്, പല പ്രാവശ്യവും കായ്ക്കുന്നുണ്ട്. കേട് കുറവ്. ഇങ്ങനെ പല കാരണങ്ങളാലാണ് കൈരളിക്ക് ഞാൻ ഇച്ചോടെ താല്പര്യം കാണിച്ചത്. കൊളുബ്രി ഇനത്തിൽ ഗ്രാഫ്റ്റ് ചെയ്ത കൈരളി, സിയോൺ എന്നീ ഇനങ്ങൾ എത്ര വെളിച്ചക്കുറവുള്ള സ്ഥലത്തും കൃഷി ചെയ്ത് വിളവെടുക്കാമെന്ന് വർക്കിച്ചൻ തൻ്റെ തോട്ടത്തിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. കൊക്കോ, പ്ലാവ്, മാവ്, റംബൂട്ടാൻ തുടങ്ങിയ മരങ്ങളുടെ തണലിൽ താൻ നട്ടുവളർത്തിയ കുറ്റിക്കുരുമുളക് ചെടികൾ നിറയെ തിരികളും കായ്കളുമായി നിൽക്കുന്നത് വർക്കിച്ചൻ അഭിമാനത്തോടെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. നിലവിലുള്ള എല്ലാ കൃഷിയും നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ തണലിൽ ചെയ്യാം. കാരണം തണൽ നന്നായിട്ട് കായ്ക്കുന്നുണ്ട്. വേരവും വരാതിരിക്കാനും വളർച്ച കിട്ടാനും ഈ കൊളുബ്രിയിലത്തെ ഗ്രാഫ്റ്റും ചെയ്യാം. കുരുമുളക് 3-ാം വർഷം മുതൽ കായ്ച്ചു തുടങ്ങി തിപ്പിലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത കൈരളി കുരുമുളക് ചെടി 6 മാസം കൊണ്ട് കായ്ച്ചു നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ 1.5 വർഷമായുള്ളൂ. കഴിഞ്ഞ വർഷം ഇതെല്ലാം മുളക് പറിച്ചതാണ്. ഇപ്പോൾ ഇത്രയും വർഷമായുള്ളൂ. ഈ ചെറിയ ചെടിയെപ്പോലും സാമാന്യം നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. ഇത് വളരെ വിജയകരമായിട്ട് കൊണ്ടു നടക്കാം. ഇതിന് താങ്ങുമരം വേണ്ട, ഏണി വേണ്ട, പറിക്കാൻ പണിക്കാരെ ആശ്രയിക്കേണ്ട, വീട്ടിലുള്ളവർക്ക് തന്നെ ചെയ്യാവുന്നൊരു കൃഷിയാണ്, പ്രത്യേകിച്ചും വീട്ടമ്മമാർക്ക്. നഗരങ്ങളിൽ മട്ടുപ്പാവിലും കുറ്റിക്കുരുമുളക് കൃഷി ചെയ്യാമെന്ന് വർക്കിച്ചൻ പറയുന്നു. ഇതിനായുള്ള ചില മാതൃകകൾ തൻ്റെ വീട്ടുമുറ്റത്ത് വർക്കിച്ചൻ ഒരുക്കിയിട്ടുമുണ്ട്. ഒരർത്ഥത്തിൽ കുരുമുളക് കൃഷി ഇവിടെ ആദായത്തിനപ്പുറം മുറ്റത്തിന് അലങ്കാരവുമാവുകയാണ്. ഒരു ചെറിയ ചുരുങ്ങിയ സ്ഥലത്ത് നമുക്ക് കുറ്റിക്കുരുമുളക് 5-10 നമുക്ക് നിലത്ത് വെച്ച് പിടിപ്പിക്കാം. മുറ്റത്തോ ടെറസിലോ ഒക്കെ നമുക്ക് ചട്ടിയിലും പിടിപ്പിക്കാം. ഒരു 10 കുരുമുളക് ചെടി പിടിപ്പിക്കാനുള്ള അവർക്ക് ആവശ്യമുള്ള കുരുമുളക്, പച്ചക്കുരുമുളക് ഏത് സമയത്തും അതിൽ നിന്ന് പറിക്കാൻ പറ്റും. പൂച്ചെടി പോലെ നിൽക്കുകയും ചെയ്യും. വളരെ മനോഹരമാണ്. പൂച്ചെടി ഇടയ്ക്ക് ഇത് വെക്കുകയും ചെയ്യാം. അതിന് 5 സെൻറ്റൊക്കെ എമ്പടി മതി. പടിഞ്ഞാറൻ മേഖലകളിൽ കുരുമുളക് കൃഷി വ്യാപകമാകാത്തതിന് കാരണം വെള്ളം കയറി കുരുമുളക് ചെടികൾ എളുപ്പത്തിൽ നശിക്കുമെന്നതിനാലും വേര് രോഗങ്ങൾ എളുപ്പം കൃഷിയെ ബാധിക്കുമെന്നതിനാലുമാണ്. എന്നാൽ കൊളുബ്രി ഇനത്തിൽ ഗ്രാഫ്റ്റ് ചെയ്ത് വളർത്തിയാൽ ചതുപ്പിൽ പോലും കുരുമുളക് കൃഷി വിജയകരമാകുമെന്ന് വർക്കിച്ചൻ ഉറപ്പ് നൽകുന്നു. ഏറ്റവും പ്രത്യേകത ഇത് ചതുപ്പിൽ നന്നായിട്ട് വളരുന്നൊരു ചെടിയാണ് ഈ കൊളുബ്രി ഇനം. അതുകൊണ്ട് ഈ പടിഞ്ഞാറൻ പ്രദേശത്ത് ചതുപ്പുള്ള സ്ഥലത്തൊന്നും കൃഷി ചെയ്യാൻ പറ്റാത്ത സ്ഥലത്ത് വളരെ ഭംഗിയായിട്ട് കൃഷി ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റും. കുരുമുളക് കൃഷിക്ക് വർക്കിച്ചൻ ഉപയോഗിക്കുന്നത് ജൈവവളങ്ങൾ മാത്രമാണ്.
മാസത്തിലൊരിക്കൽ പച്ചച്ചാണകവും കടലപ്പിണ്ണാക്കും ചേർന്ന മിശ്രിതം ദ്രാവക രൂപത്തിൽ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നു. ചെടികൾക്ക് പുതയിട്ട് നൽകുന്നതാണ് മറ്റൊരു പ്രധാന പരിചരണം. ഞങ്ങൾ രാസവളങ്ങളോ രാസകീടനാശിനിയോ ഒന്നും ഉപയോഗിക്കുന്നില്ല. അടുത്തടുത്ത് ഇങ്ങനെ ഉള്ള തണലിൽ കൈരളി കൂടി ഗ്രാഫ്റ്റ് ചെയ്ത് വിടുന്നുണ്ട്. ഒരു മാസത്തിൽ ഒരു ദിവസം പച്ചച്ചാണകവും കടലപ്പിണ്ണാക്കും കൂടെ കലക്കി ഒഴിക്കുന്നുണ്ട്. പൊത നല്ലപോലെ ഇടുന്നുണ്ട്. വേറൊരു വളം ഇന്നുവരെ ചെയ്തിട്ടില്ല. മണ്ണിൽ നല്ല വേരോട്ടമുള്ള കൊളുബ്രീനത്തിൽ ഗ്രാഫ്റ്റ് ചെയ്യുന്നതിനാൽ അധികം വളപ്രയോഗത്തിൻ്റെ ആവശ്യമില്ലെന്നാണ് വർക്കിച്ചൻ്റെ കണ്ടെത്തൽ. മാത്രമല്ല വേര് രോഗങ്ങൾ തടയുന്നതിനും ഗ്രാഫ്റ്റിംഗ് ഏറെ സഹായകരമാണ്. 3-4 ചെടികൾ ഒന്നിച്ചു നിർത്തിയാൽ അവയ്ക്ക് മറ്റ് താങ്ങുകളുടെ ആവശ്യവുമില്ല. പിന്നെ കൊളുബ്രീനം നല്ല വേരുപടലമുള്ള ഒരു കുറ്റിച്ചെടിയാണ്. വേര് ചുറ്റും പോയി എല്ലാം വലിച്ചെടുത്ത് പമ്പ് ചെയ്ത് കൊടുക്കാൻ കെൽപ്പുള്ളൊരു ചെടിയാണ്. അതിൻ്റെ വളർച്ച കൊടിക്ക് ഏതായാലും ഉണ്ട്. അതുകൊണ്ട് വലിയൊരു വളപ്രയോഗമോ അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. പല ചെടികൾ ഒരു ചുവട്ടിൽ നിർത്തുകയാണെങ്കിൽ പലതും പല ഉയരത്തിലാവണം ഗ്രാഫ്റ്റ് ചെയ്യേണ്ടത്. ഒരു ചെടി നിലം ചേർന്ന് നിൽക്കുന്ന ചെടിക്ക് കണ്ട ഒരു ന്യൂനത, നിലത്ത് മുട്ടിക്കിടക്കുന്ന ശിഖരങ്ങളിൽ വെയിലടിച്ചിട്ട് ചിലപ്പോൾ ചെറിയ ഉണക്കും കരിച്ചിലൊക്കെ വരാറുണ്ട്. അതിലും നല്ലതൊരു അല്പം കൂടെ പൊക്കത്തിലാണ്. അപ്പം അങ്ങനെ പൊക്കത്തിൽ മാത്രം ചെയ്താലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിന് അടിഭാഗത്തൊന്നും ഇല്ലാതെ വരും. അത്രയും സ്ഥലം നഷ്ടപ്പെടും. അതുകൊണ്ട് ആദ്യം ഒരു ചെടി താത്ത് ഗ്രാഫ്റ്റ് ചെയ്യുക. അതിൽ നിന്ന് വരുന്ന അടുത്ത കൊളുബ്രീനത്തിൻ്റെ കിളിപ്പിൽ അല്പം കൂടെ പൊക്കി ഒന്ന് ചെയ്യുക. അങ്ങനെ 2, 3, 4 സ്റ്റെപ്പ് ചെയ്യുകയാണെങ്കിൽ നിലം മുതൽ ഒരു 4 അടി പൊക്കം വരെ നല്ല ബുഷായിട്ട് നിന്ന് കായ്ച്ചോളും. ഒരു 3 കിലോ കുരുമുളക് ഏതായാലും അതിലുണ്ടാവും. അതാണ് ഈ 3 സ്റ്റെപ്പായിട്ട് നിൽക്കുന്നതിൻ്റെ ഉദ്ദേശം. പിന്നെ 2, 3 സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിന് ശാഖകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോർത്ത് കിട്ടി പിന്നെ ഒരു കാറ്റടിച്ചാൽ പോലും മറിയില്ല, അതേപോലെ തന്നെ നിന്നോളും. ഗ്രാഫ്റ്റിങ്ങിനായുള്ള കൊളുബ്രീനം വർക്കിച്ചൻ പ്രത്യേകം നട്ട് പരിപാലിക്കുന്നുണ്ട്. കൂടകളിൽ നട്ടുപിടിപ്പിച്ചിരിക്കുന്നതിന് പുറമെ തോട്ടത്തിലെമ്പാടും കൊളുബ്രീനം തൈകൾ വളർത്തുന്നുണ്ട്. ഗ്രാഫ്റ്റിങ്ങിനായി മുറിച്ചു മാറ്റുന്ന കൊളുബ്രീനത്തിൻ്റെ തലപ്പുകൾ ഉടൻ തന്നെ മറ്റൊരു കൂടയിലേക്ക് നട്ടുപിടിപ്പിക്കുന്നു. കുരുമുളക് വള്ളികളും ഇത്തരത്തിൽ പ്രത്യേകം വളർത്തിയെടുക്കുന്നുണ്ട്. ഞങ്ങളിവിടെ കൊളുബ്രീനം ഗ്രാഫ്റ്റ് ഇങ്ങനെ നിൽക്കുന്ന കൊളുബ്രീനം മുറിച്ച് ഗ്രാഫ്റ്റ് ചെയ്യുന്നതിൻ്റെ ബാക്കി വരുന്ന ഭാഗങ്ങൾ 1-2 കൂടലായിട്ട് വെച്ച് കിളിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പറമ്പിൽ പലയിടത്തും കൊളുബ്രീനം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അത് മുറിച്ച് കൂടയിൽ വെച്ച് ഒരു 3-4 മാസം കഴിഞ്ഞ് വളർന്നു വരുമ്പം അത് മുറിച്ചിട്ട് അതിലാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. അതിന് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ട വള്ളികൾ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. കുറേ ഈ പൈപ്പേൽ കുറേ ഇട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. നിലത്ത് കുറേ വള്ളികൾ കിടപ്പുണ്ട്. പിന്നെ പുഷ്പപ്പുറ എടുക്കാൻ ഞങ്ങൾ ഇതിൻ്റെ തന്നെ കട്ട് ചെയ്തെടുക്കും. ഒരു സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് ഈ നിൽക്കുന്ന ചെടിയുടെ ഭാഗങ്ങൾ ഇത്രയും ഭാഗം കട്ട് ചെയ്ത് അടുത്തോട്ട് ഗ്രാഫ്റ്റ് ചെയ്യും. അങ്ങനെ അത്യാവശ്യം കുറച്ച് പേർക്ക് കൊടുക്കാനുള്ള വള്ളിയും ബുഷും ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. കുരുമുളക് ചെടികൾ ആവശ്യപ്പെട്ട് എത്തുന്നവർക്ക് അവ വേണ്ടത്ര ലഭ്യമാക്കാൻ സാധിക്കാത്തതിനാൽ കുരുമുളക് വള്ളികളും കൊളുബ്രീനം തൈകളും നൽകി ഗ്രാഫ്റ്റിങ്ങും വർക്കിച്ചൻ തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്നു. അല്ല, അത് ഒരു നഴ്സറി പോയി ഇത് മുഴുവൻ നമ്മൾ വില കൊടുത്ത് വാങ്ങി വെച്ച് നമ്മുടെ ആ കൃഷിയുടെ പങ്കാളിത്തം കുറയും. അവർ തൈ കൊടുക്കാം. അവർ 1000 വാങ്ങാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അവർ 100 വാങ്ങട്ടെ. എന്നിട്ട് അത് അവർ കൊണ്ട് വെച്ചിട്ട് അതിൽ നിന്ന് വരുന്ന തണ്ടുകൾ മുറിച്ച് വേറൊന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് അവർ തന്നെ അത് വികസിപ്പിച്ചെടുക്കട്ടെ. അങ്ങനെ ചെയ്താലേ അത് നല്ല അർത്ഥത്തിൽ വരുള്ളൂ. വളരെ ലളിതമാണ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ 2 മിനിറ്റ് മതി ഒരു ചെടി ഗ്രാഫ്റ്റ് ചെയ്യാൻ. 2-4 ചെടി ഗ്രാഫ്റ്റ് ചെയ്ത് കാണുകയും ഒരു ചെടി ഗ്രാഫ്റ്റിംഗ് ചെയ്ത് ആർക്കും പഠിക്കാവുന്ന കാര്യമുള്ളൂ. അതാരെയും ഞങ്ങൾ കാണിച്ചു കൊടുക്കാൻ തയ്യാറാണ്. ഒരുന്നവർക്ക് ആർക്കും കാണിച്ചു കൊടുക്കാൻ തയ്യാറാണ്. ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുരുമുളക് ചെടികളെ കാഴ്ചയിൽ വേർതിരിച്ചറിയുക എളുപ്പമല്ല. അതിനാൽ ഓരോ ഇനങ്ങളും വെവ്വേറെ ക്രമീകരിച്ച് അവയ്ക്കിടയിൽ പേര് രേഖപ്പെടുത്തിയ ചെറു ബോർഡുകളും വയ്ക്കുന്നു.
പലരും പല ഇനം ചോദിക്കാറുണ്ട്. ചില പ്രായമുള്ളവരൊക്കെ പണ്ട് കാലം മുതലേ കരിമുണ്ട ചെയ്ത് ശീലിച്ച കാരണം വരാം. അവർക്ക് വേണ്ട കരിമുണ്ടയുടെ കൊടിയാണ്. അപ്പോൾ കരിമുണ്ട ഞങ്ങളുടെ പറമ്പിലെ ഏറ്റവും നല്ലപോലെ കായ്ക്കുന്നതും കേട്ടില്ലാത്തതുമായ കരിമുണ്ട കൊടിയുടെ വള്ളിയെടുത്ത് ഞങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്താൽ അന്ന് തന്നെ ഞങ്ങളത് ലേബൽ ചെയ്ത് അത് കരിമുണ്ടയാണെന്ന് എഴുതി മാറ്റി വെക്കും. അത് കൈരളിയാണെങ്കിലും കരിമുണ്ടയാണെങ്കിലും തെക്കനാണെങ്കിലും പന്നിയൂർ ഏതാണെങ്കിലും ലേബൽ ചെയ്ത് മാറ്റി വെക്കും. കാരണം ഈ തണ്ട് തമ്മിൽ ഇലയൊക്കെ കണ്ടാൽ തിരിച്ചറിയാമായിരിക്കും. തണ്ട് മാത്രമുള്ളപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ ഇത് തിരിച്ചറിയാൻ പറ്റാതെ വരും. മാറിപ്പോവുകയില്ല. കൃത്യമായ ലേബൽ ചെയ്താണ് വെക്കുന്നത്. കുടുംബാംഗങ്ങളുടെ പിന്തുണയാണ് തൻ്റെ കാർഷിക വൃത്തിയിലും കാർഷിക പരീക്ഷണത്തിലും വിജയത്തിൻ്റെ പ്രധാന ഘടകങ്ങളിലൊന്ന് എന്ന് വർക്കിച്ചൻ അഭിമാനപൂർവ്വം പറയുന്നു. ഭാര്യ ജെസ്സിയും മകൻ ജെയ്സണും ഇപ്പോൾ കൃഷികാര്യങ്ങളിൽ പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ട്. മകൾ ജെൻസിയും കൃഷികാര്യങ്ങളിൽ വർക്കിച്ചന് വലിയ സഹായമായിരുന്നു. ഈ പറമ്പിൽ കൂടെ പോകുമ്പം ഭാര്യയുടെ കയ്യിലാണെങ്കിലും മോൻ്റെ കയ്യിലാണെങ്കിലും മോളുടെ കയ്യിലാണെങ്കിലും ഒരു കത്തിയും ബഡ്ഡിങ് ടേപ്പും കൈ കാണും. അത് പ്രത്യേകം പിന്നെ വന്നിട്ടുണ്ടെങ്കിൽ പോകുന്ന വഴിക്ക് ഇതുപോലൊരു കൊളുബ്രിനം നിൽക്കുന്നു, അപ്പം തന്നെ അവിടെ നിന്ന് മുറിച്ച് ഗ്രാഫ്റ്റ് ചെയ്യും. എപ്പോഴെങ്കിലും ഇതിൽ എതിലേലും കടന്നു പോകുന്ന വഴിക്ക് അതിൽ കെട്ടഴിച്ചു വിടാറായോ അതിനടി എളുപ്പമുണ്ടോ അത് ആരെയും ചുമതലപ്പെടുത്താറൊന്നുമില്ല. അത് ഓരോരുത്തരും നോക്കി ചെയ്യുക. അതാ എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടെങ്കിൽ ഇത് വിജയിക്കുകയുള്ളൂ. കുരുമുളക് കൃഷിക്ക് പുറമെ ഒട്ടുമിക്ക നാടൻ ഫലവൃക്ഷങ്ങളും റംബൂട്ടാൻ, മംഗോസ്റ്റിൻ, ഫുലാസാൻ തുടങ്ങിയ മറുനാടൻ ഫലവൃക്ഷങ്ങളും സാധാരണ അടുക്കളത്തോട്ടത്തിൽ കാണപ്പെടുന്ന പച്ചക്കറികളുമെല്ലാം വർക്കിച്ചിൻ്റെ 2.5 ഏക്കർ തോട്ടത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. റംബൂട്ടാന്, മംഗോസ്റ്റിന്, ഫിലോസാന് 3ൻ്റെയും പഴം പറിച്ച് 5 വർഷമായിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 10-25 റംബൂട്ടാൻ കാണും, ഒരു 5-8 ഫിലോസാന്, ഒരു 8-10 മംഗോസ്റ്റിന്, അതെല്ലാം കായ്ക്കുന്നുണ്ട്. പിന്നെ എല്ലാ വിളകളും പറ്റുന്ന പോലെ വെച്ച് തെങ്ങുണ്ട്, കവുങ്ങുണ്ട്, മുള്ളാത്തയുണ്ട്, ചന്ദനമുണ്ട്, പേരയുണ്ട്, ചാമ്പയുണ്ട്, പ്ലാവുണ്ട്, മാവുണ്ട്, വാഴയുണ്ട്. ഒരുമാതിരിപ്പെട്ട പഴവർഗ്ഗങ്ങളും ഫലവർഗ്ഗങ്ങളും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അടുത്ത തലമുറയ്ക്ക് വേണ്ടി പറമ്പിൽ മുഴുവൻ മരങ്ങൾ വെച്ചിട്ടുണ്ട്. ഈ കൃഷികളിലെല്ലാം പരാഗണം എളുപ്പമാക്കുന്നതിനായി തോട്ടത്തിലെമ്പാടും ചെറുതേനീച്ച കോളനികളും സ്ഥാപിച്ചിട്ടുണ്ട്. 2.5 ഏക്കറിനുള്ളിൽ 80ഓളം ചെറുതേനീച്ച കൂടുകളാണ് ഉള്ളത്. തീരെ ചെറിയ മുതൽ മുടക്കിൽ വർഷാവർഷം മികച്ചൊരു വരുമാനം ചെറുതേന ഉൽപ്പാദനത്തിലൂടെയും ലഭിക്കുന്നു. മരുന്നിനും മറ്റുമായി ചെറിയ അളവിൽ വില വാങ്ങാതെയും ചെറുതേൻ വർക്കിച്ചൻ അത്യാവശ്യക്കാർക്ക് നൽകുന്നുണ്ട്. ചെറുതേനീച്ച കൃഷി ആദ്യം 1-2 പെട്ടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് ആത്മയുടെ പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചെറുതേനീച്ചയെപ്പറ്റി ഒത്തിരി വർഷം വളർത്തിയവരും ശാസ്ത്രീയമായി പഠിച്ചവരും അതിനെപ്പറ്റി എടുക്കുന്ന പല ക്ലാസ്സുകളും പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ നല്ല ആശയങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് ഒത്തിരി പ്രയോജനപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് ഒരു 70-80 പെട്ടി ചെറുതേൻ ഇപ്പോൾ ഉണ്ട്. എങ്ങനെയാണെങ്കിലും ഒരു 10-50 കിലോ ചെറുതേൻ കിട്ടും. ഏതാണ്ട് 2000 രൂപ വരെ കിലോയ്ക്ക് വിലയായി. വിലയുടെ നിൽക്കട്ടെ, ശുദ്ധമായ ചെറുതേൻ ഇനിച്ച വില കുറഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റുമല്ലോ. മരുന്നിന് വേണ്ടി ആവുമല്ലോ ഇത്രയും വില കൊടുത്ത് വാങ്ങുന്നത്. അപ്പോൾ ശുദ്ധമായ മാലിന്യമില്ലാത്ത ഏറ്റവും നല്ല രീതിയിൽ സംസ്കരിച്ച് കൊടുക്കാൻ പറ്റും. പിന്നെ ഈ റംബുട്ടാനിൽ ഇത്രയും കായൊക്കെ ഉണ്ടെങ്കിൽ അതിന് തേനീച്ചയുടെ പങ്ക് വളരെ വലുതാണ്. തോട്ടത്തിൻ്റെ ഒരരികിലായി വലിയൊരു മീൻകുളവുമുണ്ട്. ഉൾവശം കരിങ്കല്ല് കൊണ്ട് കെട്ടി ഉയർത്തിയ കുളത്തിന് മുകൾ വശം ചുറ്റും മതിൽ കെട്ടി തിരിച്ചിരിക്കുകയാണ്. ഗൗര, നട്ടർ തുടങ്ങിയ മീനുകളെയാണ് ഇതിൽ വളർത്തുന്നത്. പച്ചിലകളും സസ്യാഹാര അവശിഷ്ടങ്ങളുമാണ് ഇവയ്ക്കുള്ള ഭക്ഷണം. മീൻ കൃഷി കഴിഞ്ഞ് കുറേ വർഷങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. വ്യവസായ അടിസ്ഥാനത്തിലൊന്നുമല്ല, ഞങ്ങളുടെ വീട്ടുപയോഗത്തിന്, അല്ലെ മോൻ്റെയോ മോളുടെയൊക്കെ ഞങ്ങളുടെ ഫ്രണ്ട്സ് വരുമ്പോഴും വീട്ടുകാർ വരുമ്പോഴൊക്കെ പിടിക്കാൻ. ഈ വർഷം ഒരു 100-150 കിലോ മീനെല്ലാം പിടിച്ച് ഞങ്ങൾ ഉപയോഗിച്ചു. പ്രത്യേകിച്ച് തീറ്റകളൊന്നും കൊണ്ടേ കൊടുക്കുന്നില്ല. കപ്പയിലേയും ചേമ്പല, ചേനയില ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വീട്ടിലെ ഭക്ഷണത്തിൻ്റെ ആവശ്യങ്ങൾ, കപ്പ, ചോറ്, ദോശ, ഇഡ്ഡലി, അതിൻ്റെയൊക്കെ മീതി വരുന്നിട്ട് കൊടുക്കും.